ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. നമ്മൾ പഠിക്കാൻ പോകുന്നത് 2021 LDC മെയിൻസ് പരീക്ഷയിൽ ചോദിച്ച 10 കണക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വരുന്ന LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ വരുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും ഒക്കെ തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക കേട്ടോ. ഒട്ടും സമയം കളയണ്ട. ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഈസി ലേണിംഗ്, ആ പേര് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാവുക. അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൂട്ടുപലിശയെ പറ്റിയായിരുന്നു. അപ്പൊ കൂട്ടുപലിശയെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു ഇക്വേഷനും ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഒരാൾ 2000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചത്. അപ്പൊ നിക്ഷേപിച്ച തുക എത്രയാണ്? 2000 രൂപയാണ് കേട്ടോ. ഗുണം 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി. അപ്പൊ നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? തുകയാണ്. തുക ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട് 2205 രൂപയാണെന്ന്. ഇനി 2000ന്റെ കൂടെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് തന്നിട്ടുള്ള പലിശ നിരക്കിനെ 100ന്റെ കൂടെ കൂട്ടും. എന്നിട്ട് നമ്മൾ ബൈ 100 ചേർത്ത് എഴുതുമായിരുന്നു ചെയ്തത്. 10% പലിശ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 110/100 എന്ന് എഴുതും. 5% പലിശ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 105/100 എന്ന് എഴുതും. അതിനോടൊപ്പം ഗുണിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു നമ്മൾ ആൻസർ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. 2 വർഷമാണെങ്കിൽ ഇത് 2 തവണ എഴുതണം. 3 വർഷമാണെങ്കിൽ ഇത് 3 തവണ എഴുതണം. എല്ലാം കൂടെ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഈ ചോദ്യത്തിൽ നമുക്ക് പക്ഷെ പലിശ നിരക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല കേട്ടോ. പലിശ നിരക്കിനെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് R എത്രയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മളിവിടെ R ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നേ? അല്ല, നമ്മൾ 100ന്റെ കൂടെ R കൂട്ടിയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ശതമാനം പലിശ നിരക്ക് എത്രയാണോ, 5% ആണെങ്കിൽ 105 എന്നല്ലേ എഴുതുന്നേ. 10% ആണെങ്കിൽ 110 എന്ന് എഴുതുന്നേ. അപ്പൊ R+100 എന്നാണ് നമ്മൾ എഴുതുന്നത്. R എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ R എന്ന് തന്നെ എഴുതി. കഴിഞ്ഞില്ല, /100. ഓക്കെ, റേറ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ R+100/100 തന്നെ ഇട്ട് കൊടുത്തു. ഇനി എത്ര വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 വർഷം എന്നാ പറഞ്ഞിരിക്കുന്നത്. 2 വർഷമാണെങ്കിൽ ഇതിനെ 2 തവണ എഴുതണം. 3 വർഷമാണെങ്കിൽ ഇതിനെ 3 തവണ എഴുതണം. അപ്പൊ നമുക്ക് 2 തവണ എഴുതാലോ. ഗുണം R+100/100 എന്ന് എഴുതി. ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ്, കാരണം അത് രണ്ടും കൂടെ കൂട്ടുവാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി നോക്കിക്കേ, ഇത് A ആണ്, ഇതും A ആണ്. A ഗുണം A എന്താണ്? A² ആണ്. അപ്പൊ R+100 × R+100 എനിക്ക് എങ്ങനെ എഴുതാം? R+100² എന്ന് എഴുതാം. A ഗുണം A² ആണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എഴുതാലോ. അപ്പൊ ഇത് ഇങ്ങോട്ട് എഴുതാം. 2000 ഗുണം R+100² ഡിവൈഡഡ് ബൈ 100 ഗുണം 100. അങ്ങനെ ഞാൻ 100 ഗുണം 100 തന്നെ അങ്ങ് എഴുതുവാണേ. 100² എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും കൂടെ ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്താ ഉള്ളേ? 2205 എന്നൊരു ടേം ഉണ്ട്. ഈ 20നെ ഞാൻ നേരെ ഇപ്പുറത്തോട്ട് വിടുകയാണേ. വേറെ ഒന്നിനെയും വിടുന്നില്ല, 20നെ മാത്രം എനിക്ക് അങ്ങോട്ട് വിടാമല്ലോ. 22.05/20 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? R+100² തുല്യമാണ്. ഇനി ഇവരെ തമ്മിൽ വെട്ടാലോ നമുക്ക്. 5 ഗുണം 4 20 ആണ്. 5 ഗുണം 4 20. 5 ഗുണം 4 20. ശിഷ്ടം 5 മാത്രമേ ഉള്ളൂ. 5 ഗുണം 1 5 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ എന്താ കിട്ടിയേ? 441/4 എന്ന് കിട്ടി കേട്ടോ. ഇപ്പുറത്തെ സൈഡിലോ R+100² എന്നും കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് ഓൾറെഡി ഈ സ്ക്വയർ ഉള്ള സാധനം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ക്വയർ അങ്ങോട്ട് കളയണം. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എടുക്കാമല്ലോ. ദേ 2 സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്തു കൊടുക്കുക. ഓക്കെ, ഒരു സൈഡിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 441
441ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 21 കേട്ടോ. 400 എന്ന് പറയുന്നത് 20ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 21ന്റെ സ്ക്വയർ ആണ് 441. നമ്മൾ മുന്നത്തെ ചോദ്യങ്ങൾ ചെയ്യിച്ച സമയത്തൊക്കെ പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 441 21 വന്നേന്ന് അറിയില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ എൻ സ്ക്രീനിൽ അവസാനം നമ്മുടെ വീഡിയോ കഴിയുന്ന സമയത്ത് എൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ അത് കയറി നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ആ വീഡിയോ കയറി കാണുക. 21 കിട്ടി ബൈ 4. 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2 ആണ്. ഇനി r+100 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? r+100 എന്ന് കിട്ടും. 100ന്റെ വർഗ്ഗമൂലം എത്ര വരും? 10 എന്ന് വരും. ഇനി സോൾവ് ചെയ്താൽ r-ന്റെ വാല്യൂ കിട്ടിയല്ലോ. ഈ 10നെ ഇങ്ങോട്ട് വിടാലോ. അപ്പൊ 10 അങ്ങോട്ട് പോയി കേട്ടോ. അപ്പൊ ഞാൻ ഈ 10 തൂത്ത് കളഞ്ഞു. ആ 10നെ നേരെ അങ്ങോട്ട് വിട്ടു കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത്? വെട്ടാലോ. 2 × 1 2, 2 × 5 10. 21 × 5 എത്രയാണ്? 105 എന്ന് കിട്ടി. 105 എന്ന് പറയുന്നത് r+100 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ r-ന്റെ വില എത്രയായിരിക്കും? ഈ 105ന്റെ കൂടെ ഈ +100 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -100 ആയിട്ട് മാറും. 5% എന്നാണ് നമുക്കിവിടെ ആൻസർ വന്നത്. കണ്ടോ? ഇതുപോലെ സെയിം ചോദ്യം കേട്ടോ. ഈ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഈ സെയിം ചോദ്യം നമ്മൾ ആ വീഡിയോയിൽ ചെയ്യിക്കുന്നുണ്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുപലിശ എന്നുള്ള വീഡിയോ പോയി കാണണം. ഞാൻ അതിൻ്റെ ലിങ്കും അവസാനം എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കണു. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നിക്ഷേപിച്ച തുക തന്നിട്ടുണ്ട്. 2000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 2205 രൂപയായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പലിശ നിരക്ക് എത്ര? നമ്മൾ എന്ത് ചെയ്തു? പലിശ നിരക്ക് അറിയില്ല, 6 തന്നെ ഇട്ട് കൊടുത്തു. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയർ കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? വർഗ്ഗമൂലം കാണണം. വർഗ്ഗമൂലം കാണുമ്പോൾ 2 സൈഡിലും കാണണം. അപ്പം നമ്മളിതേ 2 സൈഡിലും വർഗ്ഗമൂലം കണ്ടു. അപ്പം 441 21 ആയി. 4 എന്നുള്ളത് 2 ആയിട്ട് മാറി. r+100 ഹോൾ സ്ക്വയർ എന്നുള്ളത് r+100 ആയിട്ട് മാറി. 100 എന്നുള്ളത് 10 ആയിട്ട് മാറി. കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് r-ന്റെ വില കണ്ടെത്താം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി 5%. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വികർണം 12 സെന്റിമീറ്റർ ആകുന്നു. അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു സമചതുരം നമ്മുടെ കയ്യിലുണ്ട്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശവും തുല്യമായിരിക്കും. ഒരു വശം എ ആണെങ്കിൽ 4 വശവും എന്ത് തന്നെയാണ്? എ തന്നെയാണ് വരുന്നത്. ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ 4a കൂടെ കൂട്ടുക, 4a ആയിരിക്കും നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വികർണം തന്നിട്ടുണ്ട്. വികർണം എന്ന് പറയുന്നത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. എന്താണ് വികർണം എന്ന് പറഞ്ഞാൽ? ഒരു കോർണറിൽ നിന്നും മറ്റൊരു കോർണറിലേക്ക് വരയ്ക്കുന്ന ഡയഗണൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലേ. അപ്പൊ ആ വരയാണ് നമ്മൾ വികർണം എന്ന് വിളിക്കുന്നത്. വികർണത്തിന്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്? a സ്ക്വയർ ആണ് അല്ലേ. നമുക്കറിയാം, ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിന്റെ കേസിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് a സ്ക്വയറിന് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കറിയാലോ, ഒരു സമചതുരം ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ ചതുരം ആയിക്കോട്ടെ, അതിന് ആംഗിൾ എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണ്. ഏറ്റവും നീളം കൂടിയ വശത്തിനെ നമ്മൾ എന്ത് വിളിക്കും? കർണം എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഹൈപ്പോടെന്യൂസ് എന്ന് വിളിക്കാം. അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണെങ്കിൽ ഒരു വശം 90 ഡിഗ്രി, അതിന്റെ നേരെ എതിർവശമായിരിക്കും ഏറ്റവും നീളം കൂടിയ വശം. അതിനെ കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12ന്റെ വർഗം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ലംബത്തിന്റെ വർഗത്തിനും പാദത്തിന്റെ വർഗത്തിന്റെയും തുകയ്ക്ക് തുല്യമായിരിക്കും. ഇവിടെ ലംബം എന്ന് പറയുന്നത് എത്രയാണ്? a ആണ്. അതിന്റെ വർഗം എന്ന് പറയുമ്പോൾ a സ്ക്വയർ പ്ലസ്
പാദം എന്ന് പറയുന്നത് എത്രയാണ്? a ആണ്. അതിൻ്റെ വർഗം എന്ന് പറയുമ്പോൾ a². കണ്ടോ? അപ്പം 2a² എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 12ന്റെ വർഗം. 12ന്റെ വർഗം എത്രയാണ്? 144. വർഗങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ പഠിക്കുക. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് പഠിക്കുക. ഇത് രണ്ടും മസ്റ്റായിട്ടും പഠിച്ചു വെക്കണേ. അപ്പം 144 എന്ന് കിട്ടി. ഇനി a² അല്ലേ നമുക്കിവിടെ കണ്ടുപിടിക്കണ്ടേ? a² ഇവിടെ ഉണ്ട്. അപ്പം ഈ 2നെ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമായില്ലേ? അപ്പം 2നെ കളയാൻ എന്ത് ചെയ്താൽ മതി? ഈ 2നെ തൊട്ടപ്പുറത്തോട്ട് വിടുക കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ അത് താഴത്തോട്ടായിട്ടായിരിക്കും പോവുക. അപ്പം 144ന്റെ നേർ പകുതി 2നെ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നേർ പകുതി എടുക്കുക. അപ്പം ചെയ്യാമല്ലോ. 7 ഗുണം 2 14, 2 ഗുണം 2 ആണ് 4 എന്ന് പറയുന്നത്. അപ്പം a² വാല്യൂ നമുക്ക് എത്ര കിട്ടി? 72 എന്ന് കിട്ടി. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. പക്ഷെ നമ്മളിത് ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പം എന്താണ്? സമചതുരമാണ് തന്നിരിക്കുന്നത്. സമചതുരം എന്ന് പറഞ്ഞാൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വികർണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോഴേ ആലോചിക്കുക, പൈതഗോറസ് സിദ്ധാന്തം വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പൈതഗോറസ് സിദ്ധാന്തം വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a² വാല്യൂ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കും. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി 72 എന്ന് കിട്ടി. അടുത്ത ചോദ്യം. നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ നേരത്തെ എത്ര 100% കുട്ടികളുണ്ട്. അതിൽ 49.3% കുട്ടികൾ വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ തോറ്റുപോയ കുട്ടികൾ എത്രയായിരിക്കും? 50.7% കുട്ടികൾ തോറ്റുപോയിട്ടുണ്ടാവുമല്ലോ. ഇനി നോക്കിക്കേ, ജയിച്ചവരുടെ എണ്ണം 23,128 ആണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗസ് വർക്ക് ചെയ്ത് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് ആ രീതി ഫോളോ ചെയ്യാം. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഈ ചോദ്യം എങ്ങനെയാ ചെയ്യാം? നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 49.3%. അപ്പൊ ആകെ മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം ഞാൻ എക്സ് ആയിട്ട് എടുത്തു. എക്സിന്റെ 49.3% എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? നമുക്ക് തന്നിരിക്കുന്ന 23,128 തുല്യമാണ്. ശരിയല്ലേ? 49.3% കുട്ടികൾ എന്ന് പറയുന്നതാണ് ജയിച്ചിട്ടുള്ളത്. ജയിച്ച കുട്ടികളുടെ എണ്ണം 23,128 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സംഖ്യയുടെ 49.3% എന്ന് പറയുന്നത് 23,128 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കണ്ടൂടെ? എക്സിന്റെ വില എങ്ങനെയാ കാണുക? 23,128. ഈ 100 നേരെ മുകളിലോട്ട് പോകും കേട്ടോ. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 49.3 നേരെ താഴത്തോട്ട് വരും. അപ്പം ആദ്യം തന്നെ ഈ പോയിന്റ് അങ്ങ് കളയുക. പോയിന്റ് കളഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു പോയിന്റേ ഉള്ളൂ. പോയിന്റിന് ശേഷം ഒരു സംഖ്യ വന്നാൽ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 10 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ 493/10 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാലോ. അപ്പം എന്ത് വരും? ഇൻറ്റു 10/493 എന്നായിട്ട് മാറും. എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ഗുണിക്കുക, 493 ഹരിക്കുക ചെയ്യാലോ. അപ്പൊ 23,128 0,0,0 493 ഹരിക്കുക. ആൻസർ കണ്ടുപിടിക്കുക. മുഴുവനൊന്നും ഹരിക്കാൻ പോകരുത് കേട്ടോ. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷന്റെ ഏകദേശം അടുത്ത് കിട്ടുകയാണെങ്കിൽ അവിടെ കൊണ്ട് അങ്ങ് നിർത്തിയേക്കണേ. അപ്പൊ നമുക്ക് ഹരിക്കാലോ. 23,128 0,0,0 493. 4 ഓപ്ഷൻ നോക്കിക്കേ. എല്ലാം തുടങ്ങുന്നത് 4-ലല്ലേ? 46,000, 47,000 അങ്ങനെ 4-ലാണ് നമ്മുടെ ആൻസേഴ്സ് എല്ലാം കിടക്കുന്നത്. അപ്പം എന്താണെങ്കിലും നമ്മുടെ ക്വോഷ്യന്റ് എന്തേ വരുള്ളൂ? 4 എന്ന് വരുള്ളൂ ആദ്യം. അപ്പം 493 ഗുണം 4 ചെയ്യുക. 3 ഗുണം 4 12 ശിഷ്ടം 1. 9 ഗുണം 4 36, 36 1 37 ശിഷ്ടം 3. 4 4 16, 16 3 19. ഇപ്പം ഏതായാലും 1972. അതെന്താ 5 വന്നുകൂടെ? 5 ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമ്മുടെ ഒരു ഓപ്ഷൻ പോലും 5-ൽ തുടങ്ങുന്നതില്ല. നമുക്ക് കുറയ്ക്കാമല്ലോ. 2-ൽ നിന്ന് 2 പോയാൽ 0, 11-ൽ നിന്നും 7 പോയാൽ 4, 12-ൽ നിന്നും 9 പോയാൽ 3, 1-ൽ നിന്ന് 1 പോയാൽ 0. 340 493-നേക്കാളും ചെറുതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 8-നെയും കൂടെ അങ്ങോട്ട് ഇറക്കി എഴുതാം. ഇനി അടുത്തത് നോക്കിക്കേ. നമുക്ക് 493 എന്ന് പറയുമ്പോൾ ഏകദേശം 500 എന്ന് നമുക്ക് മനസ്സിലാലോചിക്കാമല്ലോ. 500-ന്റെ പട്ടികയ്ക്കകത്ത്
34, അതായത് 3400 എന്നുള്ള വാല്യൂ എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. 5 ഗുണം 6 30 ആണ് അല്ലേ. 500 ഗുണം 6 എന്ന് പറയുമ്പോൾ 3000 ആയിട്ട് വരും. ഇനി 500 ഗുണം 7 ചെയ്താൽ എത്ര വരും? 3500 ആയി പോകും. അപ്പൊ എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനേക്കാളും വലുതായി പോവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വേണം നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് ഏത് വെച്ച് ഗുണിക്കണം എന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പൊ 493നെ ആദ്യം എന്ത് ചെയ്യുക, 6ഉമായിട്ട് ഗുണിക്കുക. 6ഉമായിട്ട് ശരിയായില്ലെങ്കിൽ 7ഉമായിട്ട് ചെയ്താൽ മതി. 6 ഗുണം 3 18 ശിഷ്ടം 1, 9 ഗുണം 6 54, 54 1 55 ശിഷ്ടം 5, 6 ഗുണം 4 24, 24 5 29. അപ്പൊ നമുക്ക് 29 58 എന്ന് കിട്ടി. ഇനി തന്നിരിക്കുന്ന വാല്യൂവിനോടൊപ്പം 493 കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഇതിനേക്കാളും വലിയ വാല്യൂവേ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഏകദേശം അവസാനത്തെ വാല്യൂസിൽ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 6 എന്ന് കിട്ടി. അപ്പൊ എത്രയാണ്? 2958 എന്ന് കിട്ടി. കുറയ്ക്കാലോ. 8 നിന്ന് 8 പോയാൽ 0, 10ൽ നിന്ന് 5 പോയാൽ 5, പിന്നെ 3 13ൽ നിന്നും 9 പോയാൽ 4, 450 എന്ന് കിട്ടി. ഒരു 0 കൂടെ ഞാൻ ഇറക്കി എഴുതി. അപ്പൊ 4500 എന്നായിട്ട് മാറി. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ നോക്കിക്കേ, 493. 493നെ 10ഉമായിട്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 4930 അല്ലേ നമുക്ക് കിട്ടുക. 10ഉമായിട്ട് ഗുണിച്ചാൽ ഒരു 0 കൂടെ വരും. അപ്പൊ 4930നേക്കാളും കുറച്ച് ചെറിയ വാല്യൂ അല്ലേ 4500 എന്ന് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒന്നെങ്കിൽ 493നെ 9ഉമായിട്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 493നെ 8ഉമായിട്ട് ഗുണിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം എന്താ, 493 ഗുണം 10 ചെയ്താൽ 4930 എന്നാ വരിക. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എത്രയാണ്? 4500 ആണ് വേണ്ടത്. അപ്പൊ എന്താണേലും അതിന്റെ തൊട്ട് ബാക്കിലെ വാല്യൂവേ അതിനേക്കാളും ചെറുതാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ എത്ര എടുക്കാം? 9 എന്നോ 8 എന്നോ എടുക്കാം. ഇനി നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. 46 എന്ന് തുടങ്ങുന്ന 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒരെണ്ണം ഓപ്ഷൻ എ 46,913, ഒരെണ്ണം ഓപ്ഷൻ ഡി 46,000. ഇതിലേതെങ്കിലും ഒരെണ്ണല്ലേ നമുക്ക് ആൻസർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ 46,000-നകത്ത് 0 വരുന്നത്, അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഓപ്ഷൻ എ അല്ലേ ഉള്ളൂ. എയിൽ എന്താ കിടക്കുന്നേ? 9 എന്നാണ് കിടക്കുന്നേ. അപ്പൊ എന്താണേലും നമുക്ക് 9 നമ്മുടെ ആൻസർ വരുള്ളൂ. ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് 46,913 ആൻസർ ആയിട്ട് അങ്ങ് എഴുതാം. ബാക്കി ഒന്നും ചെയ്ത് സമയം കളയരുത്. ഓപ്ഷൻസ് റിലേറ്റ് ചെയ്താണ് നമ്മൾ ആൻസർ കണ്ടെത്തുക. ഓപ്ഷൻ എക്കകത്തും ഡിക്കകത്തും മാത്രമേ 46 വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ അതിനകത്ത് മൂന്നാമത്തെ ലെറ്റർ ഏതാ കിട്ടുന്നതെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 9 കിട്ടി, 0 കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 46913 ഓപ്ഷൻ എ. ഇനി ഇത് റൗണ്ട് ചെയ്ത് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ അതത്ര റിലയബിൾ ഒന്നും അല്ല. നമുക്ക് എല്ലാ ചോദ്യത്തിലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൂടെ പറഞ്ഞുതരാം. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താ? 49.3% എന്ന് പറയുന്നത് 23,128 തുല്യമാണ്. അപ്പൊ ഞാൻ ഇതിനെ ഏകദേശം 50% ആക്കിയിട്ട് എനിക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുത്തൂടെ? കാരണം 49.3 എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം അതിന് എന്തായിട്ട് എടുക്കുകയാണ്? 50% അങ്ങ് എടുക്കുവാണ്. കുറച്ച് കൂട്ടിയ എടുക്കുന്നത്. അപ്പൊ 50% എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 23,138 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 100% കാണാൻ എന്ത് ചെയ്യണം? നേർ പകുതി ഇത്രയാണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കണ്ടേ മുഴുവൻ എന്ന് പറയുന്നത്. അപ്പൊ 100% കാണാൻ ഇതിന്റെ ഇരട്ടി എടുത്താൽ മതി. നേർ പകുതി ഇത്രയാണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും നമ്മളുടെ 100%. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഗുണം 2 ചെയ്യുക. 8 ഗുണം 2 16 ശിഷ്ടം 1, 2 ഗുണം 2 4, 4 1 5, 2 ഗുണം 1 2, 3 ഗുണം 2 6, 2 ഗുണം 2 4. കണ്ടോ? 46,256 നമുക്ക് ആൻസർ കിട്ടി. ഇനി 2 ഓപ്ഷൻസ് ആണ് ഇതിന്റെ അടുത്ത് കിടക്കുന്നത്. ഒരെണ്ണം 46,000, ഒരെണ്ണം 46,913. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ എന്ന് എങ്ങനെ മാർക്ക് ചെയ്യും? നമ്മുടെ ചോദ്യത്തിൽ 50% ആയിരുന്നോ ഈ വാല്യൂ? അല്ല, 49.3% ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പക്ഷെ ഞാൻ അതിനെ കുറച്ച് കൂട്ടിയല്ലേ എടുത്തത്. ഞാൻ അതിനെ വലുതാക്കിയിട്ട് 50% ആക്കി അങ്ങ് കൺസിഡർ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ വാല്യൂവിനെ വലുതാക്കി റൗണ്ട് ചെയ്തിട്ടാണ് ആൻസർ മാർക്ക് ചെയ്യുന്നതെങ്കിൽ തമ്മിൽ ഏതാണോ വലുത് അതായിരിക്കും നമ്മളുടെ ഉത്തരം. കണ്ടോ? അപ്പൊ ഇതിനേക്കാളും വലിയ വാല്യൂ ഏതാണോ അതാണ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. നേരെ മറിച്ച് എനിക്ക് ചോദ്യത്തിൽ 52% എന്ന് പറയുന്നത് ഇത്രയാണെന്നാ തന്നേക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ 50 ആക്കി എടുത്തേ.
കുറച്ചാണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? നോക്കിക്കേ, നമ്മൾ എങ്ങനെ ആൻസർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു തരട്ടെ. 49% സേ ഫോർ എക്സാമ്പിൾ 23,000 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അതിനെ 50% ആക്കിയിട്ട് എടുത്ത് 50% 23,000 ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ശരിക്കും 50% എന്താണെങ്കിലും 23,000-നെക്കാളും കൂടുതലല്ലേ ആവുള്ളൂ. എനിക്ക് ചിലപ്പോൾ 25,000 വല്ലോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 25,000-ന്റെ ഇരട്ടി എത്രയായിരിക്കും? 50,000 കിട്ടണം അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ 23,000 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 23,000-ന്റെ ഇരട്ടി നമുക്ക് എത്രയേ വരുള്ളൂ? ഏകദേശം 46,000 വരുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എപ്പോഴും നമുക്ക് കിട്ടുന്നതിനേക്കാളും വലുതായിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ ഉത്തരത്തിനേക്കാളും വലിയ ഉത്തരം ആൻസർ ആയിട്ട് മാർക്ക് ചെയ്ത്. കാര്യം ക്ലിക്കായല്ലോ. എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്താണേലും ഇങ്ങനത്തെ തരികിട മെത്തേഡ് ഒന്നും പഠിച്ചു വെക്കാൻ ഞാൻ പറയില്ല. പിന്നെ നമുക്ക് ഓപ്ഷനിൽ വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ, ആൻസർ തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയൊക്കെ ചെയ്യാം. നിങ്ങൾ മാത്സിൽ അത്യാവശ്യം കുറച്ചൊരു സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയൊക്കെ അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകുവാൻ 10 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ട്രെയിനിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. ട്രെയിനിന്റെ നീളം എത്രയാണ്? 150 മീറ്റർ ആണ്. ഈ നീളം തന്നെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഈ നീളം തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഇനി 150 മീറ്ററിനെ ഞാൻ എന്താക്കണം? കിലോമീറ്റർ ആക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂർ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതിനെയും കിലോമീറ്ററിലേക്ക് മാറ്റണം. മാറ്റാലോ? 150 മീറ്ററിനെ ഞാൻ എങ്ങനെ കിലോമീറ്ററിലേക്ക് ആക്കാൻ പറ്റും? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എത്ര മീറ്റർ ആണ് ഒരു കിലോമീറ്റർ? 1000 മീറ്റർ ചേരുന്നതാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മീറ്റർ എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതിനെ എനിക്ക് കിലോമീറ്റർ ആക്കണമെങ്കിൽ ഞാൻ ഹരിക്കണം. ചെറുതിനെ വലുതാക്കാൻ എപ്പോഴും ഹരിക്കുവാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 1000-ഉമായിട്ട് ഹരിച്ചത്. സമയം നമുക്ക് തന്നിട്ടുണ്ട്. 10 സെക്കൻഡ് സമയം എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമയം അല്ലെങ്കിൽ ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണ്. ഇതുപോലെ തന്നെ എനിക്ക് അതിനെ എന്താക്കണം? മണിക്കൂറിലേക്ക് മാറ്റണം. ഇപ്പൊ സെക്കൻഡിനെ മണിക്കൂറിലേക്ക് നേരിട്ടാക്കാൻ പറ്റില്ല. സെക്കൻഡിനെ ആദ്യം മിനിറ്റ് ആക്കണം. മിനിറ്റിനെയാണ് വീണ്ടും മണിക്കൂറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡ് ചെറുതല്ലേ? ചെറുതിനെ എനിക്ക് വലിയ മിനിറ്റ് ആക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അതുകൊണ്ട് ഞാൻ 60-ഉമായിട്ട് ഹരിച്ചു. ഇനി മിനിറ്റിനെ എന്താക്കണം? എനിക്ക് മണിക്കൂറാക്കണം. അപ്പം 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് അല്ലേ? അപ്പം ഞാൻ വീണ്ടും ഒരു 60-ഉമായിട്ട് ഹരിച്ചു കൊടുത്തു. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ ചെറുതിനെ വലുതാക്കാൻ എപ്പോഴും ഹരിക്കുവാണ് ചെയ്യേണ്ടത്. അപ്പം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാ. അപ്പൊ ഞാൻ സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റി ആദ്യം. അതിനാണ് ഞാൻ 60-ഉമായിട്ട് ഹരിച്ചത്. വീണ്ടും എന്നോട് ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മിനിറ്റിനെ എനിക്ക് വീണ്ടും മണിക്കൂറിലേക്ക് മാറ്റണം. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര മിനിറ്റ് വരണം? 60 മിനിറ്റ് വരണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 60-ഉമായിട്ട് ഹരിച്ചു. 3600-ഉമായിട്ട് ഹരിക്കണം. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. സെക്കൻഡിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? 3600-ഉമായിട്ട് ഹരിക്കണം. ഓക്കെ, അടുത്തത്. ഒരു മനുഷ്യനെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് തന്നിരിക്കുന്നത്. നമുക്ക് മനുഷ്യന്റെ സ്പീഡ് തന്നിട്ടുണ്ട് കേട്ടോ, 2 എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആപേക്ഷിത വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ഇവിടെ ട്രെയിനും ചലിക്കുകയാണ്, മനുഷ്യനും ചലിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ അവരുടെ വേഗത എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടുപേരുടെയും വേഗതയുടെ വ്യത്യാസമായിരിക്കും. നമ്മൾ ട്രെയിൻ എന്നും പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും ചോദിച്ച പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വീഡിയോയും പോയി കാണണം. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബേസ് പഠിക്കാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താ തന്നേക്കുന്നത്? 2 ആണ് മനുഷ്യൻ്റെ സ്പീഡ്. മനുഷ്യൻ്റെ സ്പീഡാണോ ട്രെയിനിൻ്റെ സ്പീഡാണോ കൂടുതൽ? ട്രെയിനിൻ്റെ ആണ് കൂടുതൽ. ഇപ്പം ട്രെയിനിൻ്റെ സ്പീഡ് ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ മനുഷ്യൻ്റെ സ്പീഡ് 2 ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളുടെ
സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് സ്പീഡാണ് കാണേണ്ടത്. രണ്ടുപേരുടെ സ്പീഡ് തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പിന്നെ നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ചെയ്യാം. നമ്മൾ എന്താ പഠിച്ചത്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് x-2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമിന് തുല്യമാണ്. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 150/1000 ഡിവൈഡഡ് ബൈ ടൈം ഇവിടെ എത്രയാണ്? 10/60 × 60. ഇനി നോക്കിക്കേ, ഈ ഡിവിഷനെ എനിക്ക് എന്താക്കണം? ഗുണനമാക്കി മാറ്റണം. അപ്പൊ ഹരണത്തിനെ ഗുണനമാക്കണമെങ്കിൽ ഇതിനെ നേരെ അങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി. 10/60 × 60 എന്നുള്ളത് എന്തായിട്ട് മാറും? 60 × 60/10 എന്നായിട്ട് മാറും. കണ്ടോ? ഈ താഴത്തെ സാധനത്തിനെ നമ്മൾ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ ഹരണം ഗുണനമാക്കി മാറ്റാം. അപ്പൊ വെട്ടാനൊക്കെ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടല്ലോ, അതിനുവേണ്ടി അങ്ങനെ എഴുതുന്നതാണ് കേട്ടോ. ഇനി വെട്ടിക്കോ. ഈ 0 0 പോയി, ഈ 0 0 പോയി, ഈ 0 0 പോയി. 5 × 3 15 ആണ്, 5 × 2 10 ആണ്. ഈ 2നെയും ഈ 6നെയും കൂടെ വെട്ടാലോ? 3 എന്ന് കിട്ടി. ഇനി എല്ലാം കൂടെ ഗുണിച്ചേ. 6 × 3 18, 18 × 3 54, അല്ലെങ്കിൽ 3 × 3 9, 9 × 6 54. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ വശം എത്ര കിട്ടി? 54 എന്ന് കിട്ടി. ഞാൻ എഴുതി 54. ഇനി x-2 ആണ് 54 എന്ന് പറയുന്നത്. അപ്പൊ ഈ -2നെ എനിക്ക് അപ്പുറത്തോട്ട് വിടാമല്ലോ. അപ്പൊ എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. അപ്പൊ 54 കൂടെ 2 കൂട്ടിയാൽ 56. കണ്ടോ? അപ്പൊ ട്രെയിനിന്റെ വേഗത എത്രയാണ്? 56 km/മണിക്കൂർ ആണ്. ഓക്കെ, നമ്മളിങ്ങനെ റിലേറ്റീവ് സ്പീഡ് എടുത്ത് വേണം ചെയ്യാൻ. അപ്പൊ ഇവരുടെ സ്പീഡ് തമ്മിൽ കുറയ്ക്കുവാണോ കൂട്ടുവാണോ എന്ന് ചെയ്യുന്നത് ചോദ്യം നോക്കിയിട്ട് വേണം. രണ്ടുപേരും എതിർദിശയിൽ സഞ്ചരിച്ചാൽ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. രണ്ടുപേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്പീഡ് തമ്മിൽ കുറയ്ക്കുകയാണ് ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി, 56 കിലോമീറ്റർ. അടുത്ത ചോദ്യം. ഒരു ടാങ്ക് അതിന്റെ 1/4 ഭാഗം വെള്ളം നിറച്ചിരുന്നു. 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിന്റെ 4/5 ഭാഗം നിറയും. അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ ശേഷി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശേഷി എത്രയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ടാങ്കിന്റെ ശേഷിയെ ഞാൻ x എന്ന് വിളിച്ചു. അതിൽ എത്ര വെള്ളം ഉൾക്കൊള്ളാൻ പറ്റും, അതാണ് അതിന്റെ ശേഷി എന്ന് പറയുന്നത്. അപ്പൊ ആ ശേഷി എനിക്ക് അറിയില്ല. അതിൻ്റെ 1/4 ഭാഗം ആദ്യം വെള്ളം ഉണ്ടായിരുന്നു. അതായത് എക്സിന്റെ 1/4 ഭാഗത്തോളം നമ്മുടെ കയ്യിൽ ആദ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ x × 3/4 എന്ന് എഴുതി. അതിനകത്തേക്ക് ഞാൻ 5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു. 5 ലിറ്റർ വെള്ളം കൂടെ എന്ത് ചെയ്തു? ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ എൻ്റെ കയ്യിൽ എത്രയായി? എൻ്റെ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണോ അതിൻ്റെ 4/5 ഭാഗത്തോളം ഇപ്പൊ വെള്ളം ഉണ്ട്. കണ്ടോ? നമ്മുടെ ചോദ്യത്തിനെ നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസ് ആക്കി, അത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ കയ്യിൽ ഒരു ടാങ്ക് ഉണ്ട്. അതിന്റെ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ശേഷി എന്ന് പറയുന്നത് ഞാൻ x എന്ന് വിളിച്ചു. ചിലപ്പോൾ 1000 ലിറ്റർ വെള്ളം കൊള്ളുമായിരുന്നു. ആ ശേഷിനെ നമ്മൾ എന്ത് വിളിച്ചു? x എന്ന് വിളിച്ചു. അപ്പൊ 1000ന്റെ 1/4 ഭാഗം നിറഞ്ഞിരിക്കുക. അപ്പൊ 1000ന്റെ 1/4 ഭാഗം ചെയ്യാൻ ഞാൻ x × 3/4 എന്ന് എഴുതി. അതിലേക്ക് ഞാൻ വീണ്ടും 5 ലിറ്റർ വെള്ളം ഒഴിച്ചു. അപ്പൊ ഞാൻ +5 ചെയ്തു. ഇപ്പൊ എൻ്റെ ടാങ്കിൽ എത്ര വെള്ളമുണ്ട്? 4/5 ഭാഗം വെള്ളമുണ്ട്. അപ്പൊ എത്രയാണോ അതിന്റെ ശേഷി അതിന്റെ 4/5 ഭാഗം അതിനകത്ത് വെള്ളമുണ്ട് എന്നാണ് അർത്ഥം. എക്സിന്റെ വില കണ്ടുകൂടെ? ഈ ആദ്യത്തെ ടേമിനെ നമുക്ക് അപ്പുറത്തോട്ട് വിടാം. എക്സുകളെ എല്ലാം ഒരുമിച്ചാക്കുക, നമ്പറിനെ ഒരുമിച്ച് എഴുതുക. 5 = 4/5x. ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടന്നത്, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആകും. അപ്പൊ 3/4x അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി? -x ആയിട്ട് മാറി. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 4 × 4 എത്രയാണ്? 16 ആണ്. -5 × 3 15x ബൈ 5 × 4 20 എന്ന് കിട്ടി. ഇവിടെ ഒരു 5 കിടപ്പുണ്ട്, അത് മറന്നു പോകരുതേ. ഈ 20നെ ഇങ്ങോട്ട് വിടാലോ. അപ്പൊ എന്തായിട്ട് പോവും? -20 ആയിട്ട് പോവും. അപ്പൊ ഞാൻ 20നെ തൂത്ത് കളഞ്ഞു, അതിനെ നേരെ അങ്ങോട്ട് വിട്ടു. ഇനി 20 × 5 എത്രയാണ്? 100 ആണ്. 16ൽ നിന്നും 15 പോയാൽ 1x എന്ന് കിട്ടി. 1x ആണെങ്കിൽ 1 അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ ശേഷി എത്രയാണ്? 100 ലിറ്റർ ആണ്. കണ്ടോ? നമ്മുടെ ടാങ്കിൽ 100 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. അതിന്റെ 1/4 ഭാഗത്തോളം ആദ്യം വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും 5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പം അതിന്റെ 4/5 ഭാഗം വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പൊ ശേഷി എത്രയാണ്?
100 ലിറ്റർ ആണ്. ആൻസർ നോക്കാം. ആൻസർ നമുക്ക് ഓപ്ഷൻ എ 100 ലിറ്റർ എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. പേനയെ പെൻസിൽ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പേനയെ നമ്മൾ എന്ത് വിളിച്ചു? പെൻസിൽ എന്ന് വിളിച്ചു. പെൻസിലിനെ ചോക്ക് എന്ന് വിളിച്ചു. പെൻസിലിനെ നമ്മൾ എന്ത് വിളിച്ചു? ചോക്ക് എന്ന് വിളിച്ചു. ചോക്കിനെ സ്ലേറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ചോക്കിനെ നമ്മൾ സ്ലേറ്റ് എന്ന് വിളിച്ചു. സ്ലേറ്റിനെ പേപ്പർ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് വെച്ചാ എഴുതുക? പേന വെച്ചാണ് എഴുതുക അല്ലേ? പക്ഷെ പേനയെ നമ്മൾ എന്താ വിളിക്കുക? പെൻസിൽ എന്നാണ് വിളിക്കുന്നേ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? പെൻസിലാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി, പെൻസിൽ എന്ന് വന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ തന്നാൽ ഇതിനെ എന്തായിട്ടാണ് കോഡ് ചെയ്യുന്നത് അത് നേരെ ഒന്ന് എഴുതി വെക്കണേ, എന്നിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രേണികളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 0, 7, 26, 65, 124, 215. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? ഇത് പ്ലസ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആയിട്ട് നമുക്ക് ആദ്യമൊക്കെ തോന്നും, കാരണം വാല്യൂ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ആദ്യം ഇല്ല, പക്ഷെ അവസാനത്തേക്ക് പോകുമ്പോൾ നോക്കിയിട്ടുള്ള വ്യത്യാസം വരും അല്ലേ? അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റുക? ആദ്യം ഒന്ന് വ്യത്യാസം കണ്ടു നോക്കണം. 7ൽ നിന്ന് 0 കുറച്ചാൽ 7 ആണ്. 26ൽ നിന്നും 7 പോയാൽ 9, 19 എന്ന് കിട്ടി. 65ൽ നിന്നും 26 കുറച്ചാൽ എത്രയാ വരിക? 9. 5ൽ നിന്ന് 2 പോയാൽ 3, 39 എന്ന് വന്നു. ഇനി 4ൽ നിന്നും 5 പോയില്ല, അപ്പം 14ൽ നിന്നും 5 പോയാൽ 9. 11ൽ നിന്നും 6 പോയാൽ 5. ഇനി 5ൽ നിന്ന് 4 പോയാൽ 1, 91 എന്ന് വന്നു. നമുക്ക് വലിയ ബന്ധമുള്ള സംഖ്യകളൊന്നും കിട്ടിയില്ല. ഇവിടെ 7, 19, 39 ആയി, 59 ആയി, 91 ആയി. വലിയ ഓർഡർ ഒന്നും ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ വ്യത്യാസം കണ്ടുപിടിച്ചാലും നമുക്ക് അതിൽ നിന്ന് ക്ലൂ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതിൻ്റെയെങ്കിലും സ്ക്വയറോ ക്യൂബോ ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം നോക്കിക്കേ, 7 കാണുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കത്തണം എന്നില്ല. 26ന്റെ തൊട്ടടുത്തൊരു സ്ക്വയറും ഉണ്ട്, ഒരു ക്യൂബും ഉണ്ട് അല്ലേ? സ്ക്വയർ ഏതാ വരിക? 25 വരും. 25 എന്ന് പറയുന്നത് 5ന്റെ വർഗമാണ്. ക്യൂബ് ഏതാ വരിക? 27 വരും അല്ലേ? ഒന്നെങ്കിൽ 5ന്റെ സ്ക്വയർ വരാം, അല്ലെങ്കിൽ 3ന്റെ ക്യൂബ് വരാം. അടുത്തത് 65ന്റെ തൊട്ടടുത്ത് 64 എന്നൊരു വാല്യൂ ഉണ്ട്. 64 എന്നുള്ള വാല്യൂ ഏതാണ്? 8ന്റെ സ്ക്വയറും ആണ്, 2ന്റെ ക്യൂബും ആണ്. അടുത്തത് 124ന്റെ തൊട്ടടുത്താണ് 125 ഉള്ളത്. അത് 5ന്റെ ക്യൂബാണ്. ഏതിൻ്റെങ്കിലും സ്ക്വയർ ആണോ? അല്ല. 215 എന്ന് പറയുന്നത് 216ന്റെ തൊട്ടടുത്താണ്. അത് 6ന്റെ ക്യൂബാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ക്യൂബാണ് എടുക്കേണ്ടത്. സ്ക്വയറിന് ഇവിടെ വലിയ റോളൊന്നുമില്ല. അപ്പം നമുക്ക് ആ സ്ക്വയറൊക്കെ അങ്ങ് തൂത്ത് കളയാലോ. അപ്പോൾ സ്ക്വയർ വാല്യൂസ് ഒന്നും നോക്കണ്ട, ക്യൂബ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 7 എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത ക്യൂബ് ഏതാണ്? 8 ആണ്. 2ന്റെ ക്യൂബ് അല്ലേ 8 എന്ന് പറയുന്നേ? ഇനി നോക്കിക്കേ, 2ന്റെ ക്യൂബ് 8. 8ൽ നിന്ന് 1 കുറച്ചാൽ 7. 3ന്റെ ക്യൂബ് 27. അതിൽ നിന്ന് 1 കുറച്ചാൽ 26. ഇനി 4ന്റെ ക്യൂബ് 64 ആണ്. പക്ഷെ അതിൽ നിന്ന് 1 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ഇവിടെ ശരിക്കും 63 എന്നായിരുന്നു തരേണ്ടിയിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4ന്റെ ക്യൂബ് അതിൽ നിന്ന് 1 കുറയ്ക്കുക. 124 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബ് അതിൽ നിന്ന് 1 കുറയ്ക്കുക. 215 എന്ന് പറഞ്ഞാൽ 6ന്റെ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? 7ന്റെ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കുക. 7ന്റെ ക്യൂബ് എത്രയാണ്? 343. അതിൽ നിന്ന് 1 കുറച്ചാൽ 342. കണ്ടോ നമ്മുടെ ആൻസർ വന്നത്? അപ്പം ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. മസ്റ്റായിട്ടും പഠിക്കണം, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിക്കേ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മുടെ ഓർഡർ ആൻഡ് റാങ്കിങ് സ്ഥാനനിർണ്ണയത്തിനകത്ത് വരുന്ന ഒരു ചോദ്യമാണ്. ABCDEF എന്നിങ്ങനെ 6 പേർ പരസ്പരം അഭിമുഖമായി വട്ടത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഒരു വട്ടം വരയ്ക്കണം. 6 പേരാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കണം. 1, 2, 3, 4, 5, 6 ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും സെൻറ്ററിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി നോക്കിക്കേ, എഫ് എന്നയാൾ ബിയുടെ ഇടത് നിന്നും 3-മനാണ്. അപ്പം ഞാൻ ബിയെ ഇവിടെ വരച്ചാൽ ബിയുടെ ഇടതുഭാഗം എന്ന് പറയുന്നത് എൻ്റെ ഇടതുഭാഗം തന്നെ ആയിരിക്കും. ബിയുടെ വലതുഭാഗം എന്ന് പറയുന്നത് എൻ്റെ വലതുഭാഗം തന്നെ ആയിരിക്കും. നേരെ മുകളിലിരിക്കുന്ന ആളാണെങ്കിലോ നേരെ തിരിഞ്ഞും വരും. നമ്മുടെ ഇടത് അവർക്ക് വലതും നമ്മുടെ വലത് അവർക്ക് ഇടതുമായിരിക്കും. നിങ്ങൾ ആ പേപ്പറിനെ ഒന്ന് തിരിച്ചു വെച്ച് അങ്ങ് വരച്ചാൽ മതി കേട്ടോ. അപ്പം നോക്കിക്കേ, ബിയിൽ നിന്നും 3-മനാണ് ആര്? അവിടെ പോയി.
എഫ് എന്നയാൾ ബിയുടെ ഇടത് നിന്നും മൂന്നാമനാണ്. 1 2 3 മൂന്നാമനാണ് ആര്? എഫ് എന്ന് പറഞ്ഞ ആൾ. ഞാൻ എഫിനെ വരച്ചു കൊടുത്തു. എ എന്നയാൾ സിയുടെ ഇടത് നിന്നും നാലാമനാണ് കേട്ടോ. അപ്പൊ സി എവിടെയാണോ ഇരിക്കുന്നത് അയാളെ ഇടത് നിന്നും നാലാമനാണ് ആര്? എ എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് എഴുതിയിട്ടേക്കുക. അടുത്തത് ഡി എന്നയാൾ സിക്കും എഫിനും ഇടയിലാണ്. അപ്പൊ നോക്കിക്കേ, എഫ് ഇവിടെ ആണെങ്കിൽ സി ഇവിടെ വരാൻ മേലെ. അപ്പം എഫിനും സിക്കും ഇടയിലായിട്ട് ആരുണ്ട്? ഡി ഉണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് അപ്പുറത്തും വരയ്ക്കാൻ മേലെ. എഫ് ഇവിടെ ആണെങ്കിൽ സിക്ക് ഇവിടെ വരാം, ഡിക്ക് ഇവിടെ കയറിയിരിക്കാം. ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അടുത്തത് നോക്കിക്കേ, സിയുടെ ഇടത് നിന്നും നാലാമനാണ് എ എന്ന് പറയുന്നത്. അപ്പൊ സി ഇവിടെ ആണെങ്കിൽ ഇടതുവശം നമ്മൾ അങ്ങോട്ടല്ലേ വരയ്ക്കുക. അപ്പൊ 1 2 3 4 ഇവിടെ ആർക്ക് വരാം? എക്ക് വരാം. ഇനി നേരെ മറിച്ച് സി ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ സിയുടെ ഇടത്തെന്ന് പറയുമ്പോൾ ദേ ഇങ്ങോട്ടായിട്ടാ വരിക. അപ്പൊ ഇങ്ങോട്ട് നാലാമത്തെ ആൾ ആര് വരും? 1 2 3 4. ദേ എഫ് ഇരിക്കുന്ന സ്ഥാനത്ത് ആര് വരണം? എ വരണം. എഫ് ഓൾറെഡി അവിടെ കയറി ഇരിക്കുക. അപ്പൊ നമുക്ക് അവിടെ എ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോസിബിലിറ്റി നമുക്ക് എടുക്കാൻ പറ്റില്ല, അതങ്ങ് തൂത്ത് കളയുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഏത് പോസിബിലിറ്റി എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. തന്നെ വരയ്ക്കണേ, തന്നെ വരച്ചാലേ പഠിക്കുകയുള്ളൂ. അപ്പം ഞാൻ ദേ എല്ലാവരെയും വരച്ചു. ഇനി ആരേ ബാക്കിയുള്ളൂ? എ വന്നു, ബി വന്നു, സി വന്നു, ഡി വന്നു, എഫും വന്നു. അപ്പം അടുത്തയാൾ ആരേ ആവുള്ളൂ? ഇ എ ആവുള്ളൂ. ബാക്കിയുള്ളത് വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇയുടെ എതിർവശം ഇരിക്കുന്നത് ആര്? ഇയുടെ നേരെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾ ആരാണ്? സി ആണ്. നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമായിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒറ്റയാനെ കണ്ടെത്തുക. 7 9 11 13 ഏതായിരിക്കും ഒറ്റയാൻ? 9 ആയിരിക്കും. കാരണം എന്താ? ബാക്കിയുള്ളതെല്ലാം അവിഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. 9 മാത്രമേ അതിനകത്ത് ഭാജ്യ സംഖ്യയുള്ളൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 9. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ എന്താണ്? മാത്തമാറ്റിക്കൽ സയൻസ്, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? പ്ലസിന് പകരം എന്തിടണം? ഹരണം ഇടണം. ഹരണത്തിന് പകരം എന്തിടണം? മൈനസ് ഇടണം. മൈനസിന് പകരം എന്തിടണം? ഗുണനം ഇടണം. ഗുണനത്തിന് പകരം പ്ലസ് ഇടണം. ഇനി എല്ലാം കൂടെ സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ആദ്യം ഹരണം ചെയ്യുക. 48നെ 16 ഹരിച്ചാൽ 3. 16 ഗുണം 3 ആണ് 48. മൈനസ് 4 ഗുണം 2 8 പ്ലസ് 8. -8ഉം +8 എന്ത് ചെയ്യും? 0 പോവും. നമുക്ക് ഉത്തരം എത്ര വന്നു? 3 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ എ 3 എന്ന് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 2021 LD ക്ലർക്ക് മെയിൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എല്ലാം തന്നെ അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളായിരുന്നു. നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചും കൂടെ കൂടുതലായിരുന്നു. കുറച്ച് കൂടുതൽ സമയം നമുക്ക് കാൽക്കുലേഷൻസിന് എടുക്കും. ചില ചോദ്യങ്ങൾ, ചിലതൊക്കെ വളരെ സിമ്പിളും ആയിരുന്നു കേട്ടോ. അപ്പൊ എന്താണേലും മസ്റ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്തു പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ തിയറി പോർഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ എടുത്ത് കാണണം കേട്ടോ. അത് കണ്ട് പഠിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.